വന്ധ്യത കൂടിക്കൊണ്ടിരിക്കണേ. ഇതേതായി പുണ്യാളൻ? പുണ്യാളനല്ലോ, ലോക പ്രശസ്തനായ ഡോക്ടറാണ്. ആധുനിക സെക്സോളജിയിലെ 2 മഹാപ്രബന്ധങ്ങൾ അദ്ദേഹത്തിന്റെയാണ്. 10 തലയാ നീ രാവണൻ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്റെ ട്രീറ്റ്മെന്റ് വളരെ കോസ്റ്റ്ലിയാണ്, പക്ഷെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. എന്റെ കയ്യിൽ അത്രയും കാശൊന്നും എടുക്കാൻ ഉണ്ടാവില്ല. ഡോക്ടർ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ശരിയാക്കി തരണം. ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ ഞാൻ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. വെട്ടൊന്ന് മുറിയുണ്ട്, അതാണ്. അയ്യോ, മുറിച്ചു കളയാനാണെന്ന് വെച്ചാ ഞാൻ വേറെ ഡോക്ടറെ കണ്ടാ പോരെ? ഞാനൊരു ഉദാഹരണം പറയാം. പിന്നെ തന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. കാമുകി? ഇല്ല. പിന്നെ വേറെ എന്തെങ്കിലും സെറ്റപ്പ്? ഇല്ല. പിന്നെ എന്തിനാണ് നന്നാക്കുന്നത്? പത്തിരി വരുത്താനോ? അല്ല, യൂറിൻ പാസ് ചെയ്യുമ്പോൾ കുറച്ച് ഫോഴ്സ് കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. അതിനൊരു മോട്ടോർ വാങ്ങി ഫിറ്റ് ചെയ്തോ? യൂറിൻ പാസ് ഫോഴ്സ് കിട്ടാൻ? ഇറങ്ങി പോടാ അവിടുന്ന്. എന്റെ ജീവിതം കോഞ്ഞാട്ടായില്ല ദൈവമേ. ആദ്യം കുറച്ച് നല്ല കസ്റ്റമേഴ്സിനെ കൊണ്ടാ എന്നിട്ട് കത്തിക്കാൻ എഴുതി. എടോ ഒന്ന് ഉഷാറാകടാ, ഇതെല്ലാം ഓക്കെയും ഇതെല്ലാം ശരിയാവും. ഡോക്ടർ ചീത്ത പറഞ്ഞു. ആണോ? വയറൊക്കൊന്ന് കുറക്ക്. എന്റെ ജീവിതം കോഞ്ഞാട്ടായി ചേട്ടാ, കോഞ്ഞാട്ടായി. സാർ, യെസ്, കമിങ്. ഇരിക്കൂ. എന്താ എന്റെ പ്രശ്നം? നാണിക്കണ്ട, പറഞ്ഞോ. ഒന്നായിട്ട് നടക്കില്ല അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? 2 വർഷം? 2 ദിവസം. 2 ദിവസമായിട്ടേ ഉള്ളൂ. അതിന് മാത്രം വലിയ പ്രശ്നം നല്ലത്. ഞാനുള്ളപ്പോ ഇതൊരു പ്രശ്നേ അല്ല. ഒന്ന് പൊക്കിക്കേ. പൊക്കൂ. എടോ, കൈ പൊക്കാനാ പറഞ്ഞേ. എന്ത് പറഞ്ഞാലും തൊയ്യാർത്താണല്ലോ ഈ ചിന്തിക്കുന്നത്. ഇത് ബലക്കുറവാണ്, ഞരമ്പ് തളർച്ച. ഇതിലുള്ള മരുന്നിന്റെ അടുത്തുണ്ട്, പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. കാശൊരു വിഷയമേ അല്ല. ആണോ? ഇന്ന് ഇത് ആദ്യം പറയണ്ടേ? കുറച്ച് വിശദമായിട്ട് പരിശോധിക്കാൻ വാ. ഡോക്ടർ ആള് പുലിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ? എക്സ്ക്യൂസ് മീ, ശിവസാറല്ലേ വയർലി യുവാവ്? അതെ, സാറിന്റെ ഫ്രണ്ടിന്റെ സ്റ്റിൽ എടുത്തോട്ടെ. ഞങ്ങളുടെ മാഗസിനിലെ പ്രശസ്തരുടെ സൗഹൃദം എന്ന കോളത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ടാ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. അയ്യോ സാർ, സാറും കൂടി ചേർന്ന് നിൽക്കോ പ്ലീസ്? വന്ന് നിൽക്കടാ, അങ്ങനെയെങ്കിലും ഫേമസ് ആവുക. റെഡി? ചിരിക്കി, സ്മൈൽ, പിടിക്ക്. താങ്ക് യു സാർ. ഇന്നലെ നടന്നോ? നൈസ് പ്ലേ, നൈസ് പ്ലേ. ഇല്ലടാ, ബട്ട് വൈ? റെഡ് അലേർട്ട്. ഇനി ഒരാഴ്ച സമയം കൊണ്ട് എക്സസൈസും മെഡിസിനും ഒക്കെ കഴിച്ചൊന്ന് സെറ്റ് ആവണം. കുറച്ചേരി ഇരിക്കാം. ആ പെണ്ണെന്തിനാ എന്നെ നോക്കി ചിരിച്ചേ? അയ്യടാ, നിന്നോക്കി ചിരിച്ചല്ല, എന്നോക്കി ചിരിച്ച. എന്റെ ഓഫീസിലെ സ്റ്റാഫ്. അത് പറഞ്ഞപ്പോഴാ നീ ഇപ്പൊ ജോലിക്കൊന്നും പോണില്ല? എടാ, ഞാൻ ഓഫീസിലെ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ അല്ലേ, എനിക്ക് വല്ലപ്പോഴും പോയാൽ മതി. അവര് നോക്കിക്കോളൂ. അപ്പനാണല്ലോ. ഹലോ അപ്പ. എന്നെ കൊണ്ടൊന്നും നീ പറയിപ്പിക്കരുത് കേട്ടോ. എന്ത് നാണം കെട്ട പരിപാടിയാണ് നീ കാണിച്ചത്? കുടുംബത്തിന് മൊത്തം നാണക്കേടുണ്ടാക്കാൻ. നാണക്കേടാ? പറഞ്ഞുതരാം, നീ വീട്ടിലോട്ട് വാ. അപ്പം വലിയ കലിപ്പിലാണല്ലേ. എന്തോ സീൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആനി ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ. നീ ആ ബ്രിട്ടോനെക്കാട്ടിലും വലിയ വട്ടനാണല്ലോ. വട്ടനാ? എന്താ കാര്യം എന്ന് വെച്ചാൽ തെളിച്ച് പറ. എന്താ കാര്യം നിനക്ക് അറിയൂലല്ലേ? ഇന്നത്തെ പത്രം എടുത്ത് നോക്ക്, അപ്പൊ കാണാം എന്താ കാര്യം. ഹലോ ഹലോ, എന്താടാ പത്രോ? ആ പത്രം എങ്ങനെ? എടാ, ലോക നിലവാരത്തിൽ സൗജന്യമായി വന്ധ്യതാ ചികിത്സ. അനുഭവസ്ഥരുടെ വാക്കുകൾ. അച്ഛാ എന്ന വിളിക്കായി ഞാൻ കാത്തിരിക്കുന്നു.
I am waiting. അയാളെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ചോര പൊടിയുണ്ട്. ഇന്ന് അവന്റെ അന്ത്യോ. ചോര ഉണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ വരും. എടാ നിന്റെ പരസ്യം ഏറ്റെന്നോട്ടാ, നല്ല തിരക്കാനിടാ. നീ ഒറ്റൊരുത്തനാണ് ഇതിനെല്ലാം കാരണം. ഞാനാ ഒന്നും നോക്കട്ടെ, പൊളിച്ചോ. അയ്യോ, മരുന്ന് ഇത്ര പെട്ടെന്ന് വർക്കൗട്ട് ആയോ? അതാണ് ഈ ഡോക്ടർ സക്സേന, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. വരൂ. രണ്ടാളും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായി? ഞാൻ ഈ അടിക്കുള്ള മരുന്നല്ല നടക്ക് തന്നത്. ഇവനെന്താ ഭ്രാന്തായോ? നോക്കണോ? 32 അശ്ലീല സൈറ്റുകൾ നിരോധിച്ചു. അതിന് എനിക്ക് വിഷമടാ. ഇന്നെ അടിച്ചിട്ട് എന്താ കാര്യം? അതല്ല ഇത് നോക്ക്. ഇതിന്റെ ഹോസ്പിറ്റലിന്റെ പരസ്യല്ലേ? എന്നാൽ ഇങ്ങനെ പരസ്യം ആര് കൊടുത്തു? ഇത് ഞാൻ കൊടുത്ത പരസ്യമല്ല. തന്റെ ഹോസ്പിറ്റലിന്റെ പരസ്യം താൻ അറിയാതെ പിന്നെ ആര് കൊടുക്കാനാ? എനിക്ക് പരസ്യം കൊടുക്കണം വല്ല ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും വെച്ച് കൊടുത്താൽ പോരെ. അല്ലാതെ ഈ എരണ്ടമോറുള്ള ഇവനെ വെച്ച് കൊടുത്താൽ അതിന്റെ ബിസിനസിനെ ബാധിക്കൂലേ? അങ്ങനെ ഒരു വിവരക്കേട് ഞാൻ ചെയ്യോ? അത് ശരിയാണല്ലോ. പിന്നെ ആരാടാ ഈ പണി തന്നത്? അത് നിന്റെ ശത്രുക്കളാരെങ്കിലും ആയിരിക്കും. ശത്രുക്കളാ? നിനക്ക് ഇത്ര നല്ല ബന്ധം കിട്ടിയില്ല, അസൂയ മുത്തിട്ട് ചിലപ്പോ നിന്റെ ബന്ധുക്കളാ, അല്ലെങ്കിൽ നിന്റെ പഴയ കാമുകവരാരെങ്കിലോ. ഇതൊന്നും അല്ലെങ്കിൽ അവളെ കെട്ടാൻ നടന്നിട്ട് കിട്ടാതെ പോയ ഏതെങ്കിലും അവശ്യ കാമുകനായിരിക്കും. ഇനി ഇവനാണോ? നീ എന്താ നോക്കണത്? ഞാനൊന്നും അല്ലട്ടാ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇല്ലേ, ഞാനിപ്പോ അതല്ല ആലോചിക്കുന്നത്. ഇന്നാലൊരു ഹാഫ് പേജിന്റെ ഹോസ്പിറ്റലിന്റെ പരസ്യം കൊടുത്ത ആ മഹാമനസ്കൻ ആരായിരിക്കും? This is എരുവമുറിയിൽ ഫ്രാഞ്ചി മകൻ ആൽബർട്ട് സൈമൺ മകൻ ബ്രിട്ടോ ആൽബർട്ട് സൈമൺ. താനോ? തനിക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, നിനക്ക് വേണ്ടത് കിട്ടുന്നില്ലെന്ന് എനിക്കറിയാം. അക്കാര്യം ഞാൻ നാട്ടുകാരെ കൂടി അങ്ങ് അറിയിച്ചിട്ടുണ്ട്. ആർ യു ഓക്കേ ബേബി? അപ്പൊ അത് തന്റെ പണിയായിരുന്നല്ലേ? അതേടി, എന്റെ പണി തന്നെയായിരുന്നു. നീ അവനുമായിട്ട് സമാധാനവരെ ജീവിക്കാന്ന് വിചാരിക്കണ്ട. ടോർച്ചർ തുടർന്നുകൊണ്ടേയിരിക്കും. മോനാളിയുടെ അപ്പന്റെ പേര് കൊച്ചാപ്പി എന്നല്ലേ? പിന്നെന്താ ആൽബർട്ട് സൈമൺ എന്നൊക്കെ പറഞ്ഞേ? അതൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞേ. ഓഹോ, പഞ്ചുള്ള തന്തി പഞ്ചില്ലാത്ത തന്തി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? മുതലാളിക്ക് 2 തന്തയല്ലേ? ഊതിക്കോ, ഊഞ്ഞാലാടരുത്. എന്നാലും ഇത് നമ്മുടെ കുടുംബത്തിന് നാണക്കേടായിപ്പോയി. നാണല്ലേ അവൻ ഇങ്ങനത്തെ പരസ്യത്തിന് മോഡലായിട്ട് നിൽക്കാൻ? കുറച്ചാള് തെണ്ടിത്തിരിഞ്ഞു നടന്നപ്പോ ഈ സിനിമ ഭ്രാന്തൊക്കെ തീർന്നെന്നാ ഞാൻ വിചാരിച്ചത്. ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം. അവൻ വന്ന് കയറി ഉടനെ ചാടിക്കടിക്കാൻ നിൽക്കണ്ട. സത്യാവസ്ഥ എന്താന്ന് അവൻ തന്നെ പറയട്ടെ. ആ എത്തിയില്ലോ. വീട് മാറി പോകണോ? എല്ലാരും പുറത്തുണ്ടല്ലോ. എന്താ എല്ലാരും മരിച്ച വീട്ടിൽ പോലെ ഇരിക്കണത്? അപ്പൊ അപ്പ ജീവനോടെ ഉണ്ടല്ലോ. എന്ത് കോപ്പാടാ നീ പത്രത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അതാണ് കാര്യം. അങ്കിളിച്ച് കൂടാണ്ടിരിക്കും. അതിന് വേറൊരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? അതായത് ഇതേ പത്രത്തിൽ നാളെ ഇവന്റെ ഫുൾ സൈസ് ഫോട്ടോ വെച്ചിട്ട് വേറൊരു പരസ്യം കൊടുക്കും. എന്ത് പരസ്യം? ലോക നിലവാരത്തിൽ സൗജന്യമായി കുട്ടികളുണ്ടാക്കി കൊടുക്കും. വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടാ. പറഞ്ഞു സൗജന്യം എന്ന് പറഞ്ഞ് ഇഷ്ടമായിട്ടുണ്ടാവില്ല. ഒന്നും മിണ്ടായില്ലടാ. എന്റെ പൊന്നപ്പ, സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാനൊന്നും അറിഞ്ഞിട്ടല്ല ഈ പരസ്യം വന്നത്. പിന്നെ നീ അറിയാതെ നിന്റെ ഫോട്ടോ വെച്ച് ഹാഫ് പേജ് പരസ്യം കൊടുക്കാൻ ആശുപത്രിക്കാർക്ക് എന്താ വേദനയാ? എന്തൊരു കഷ്ടം ഇത്. എന്നെ ഒന്ന് വിശ്വസിക്കപ്പാ. ഇയോ പറഞ്ഞത് ശരിയാ. ആ പരസ്യം കൊടുത്തത് ഇവനല്ല, എല്ലാത്തിനും കാരണം ആ വൃത്തികെട്ടവനാ. ആര്? ബ്രിട്ടോ. അയാളെന്തിനാ? അയാൾക്കൊരു ഭ്രാന്തട്ടാ. അയാളൊരു സൈക്കോ ആണ്. ഞാൻ അയാളെ ചാലഞ്ച് ചെയ്തതിന്റെ ദേഷ്യമാണ് അയാൾ കാണിക്കുന്നത്. നീയും അവനും തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തങ്ങളിൽ തീർത്തോണം. അല്ലാതെ എന്റെ മോന്റെ തലയെ കെട്ടി വെച്ച് ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം കളയരുത്. അയാൾക്ക് ഇത് എന്തിന്റെ കേടാ? ഒരു കുഴപ്പമില്ലായിരുന്നു എന്റെ മോനെ. നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ അന്ധതയുള്ളവനാക്കിയില്ലേ? അന്ധതയല്ല മമ്മി, വന്ധ്യത. അത് തന്നെ ഇത്. അങ്ങനെ ഒരു കുഴപ്പമില്ലെന്നൊന്നും പറയണ്ട. ഇവന്റെ കുഴപ്പം കൊണ്ട് തന്നെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇവന്റെ എന്ത് കുഴപ്പം? എന്താടാ? അങ്ങളെ ചെറിയൊരു കുഴപ്പമുണ്ട്. പരസ്യോട് പറയാൻ പറ്റില്ല, രഹസ്യമായിട്ട് പറയാം. അതായത് എന്താ എന്താടാ കാര്യം? ഞാനും കൂടി ഒന്ന് കേട്ട് ഞെട്ടട്ടെ. ഇവന്റെ എനിക്കും കൂടെ എന്നാലും നിനക്ക് ഇങ്ങനെ ഒരു കുഴപ്പം എങ്ങനെ വന്നു? പാരമ്പര്യമായിരിക്കുള്ളൂ. പാരമ്പര്യോ? പാരമ്പര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ 1 മാസം കൊണ്ട് പ്രസവിക്കണ്ടേ? 1 മാസം കൊണ്ട് പ്രസവിക്കായിരുന്ന തവളെ ഞാൻ അവനെ കൊല്ലട്ടെ. എനിക്ക് കൊതിയാവണു ജയിലിൽ പോവാൻ. ആനി, എന്തോരം പിള്ളേരുണ്ടായ തറവാട്.
അപ്പൊ നോമങ്ങോട്ടേക്ക് എന്റെ ഫോട്ടോ ഇടാൻ ഭാഗ്യം.